എല്ലാവർക്കും അക്ഷരമുറ്റത്തിൻ്റെ PSC മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2025 സെപ്റ്റംബർ മാസം 25-ാം തീയതി നടന്ന ഫീൽഡ് ഓഫീസർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 120/2025 M. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന മലയാളം ചോദ്യങ്ങളാണ് നമ്മളിന്ന് കാണാനും ഡിസ്കസ് ചെയ്യാനും പോകുന്നത്. സ്വതവേ മുൻപ് PSC നടത്തിയിരുന്ന പരീക്ഷകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി പ്രയാസകരമായിട്ടുള്ള പരീക്ഷാ രീതിയും ചോദ്യങ്ങളുമാണ് നിലവിൽ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയ തരത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. എത്തരത്തിലാണ് PSCയുടെ ക്വസ്റ്റ്യൻസ് മാറിയിരിക്കുന്നതെന്നും എത്രമാത്രം പ്രയാസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നും തുടർന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം നോക്കുക. ശരിയായ പദങ്ങൾ മാത്രം കണ്ടെത്തുക. നിഘണ്ടു, ഗരുഡൻ, മഠയൻ, സാമ്രാട്ട്. ഇതിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് A എല്ലാം ശരി, B ഒന്ന് മാത്രം ശരി, C 1, 2, 4 ശരി, D 1, 4 ശരി. ഇതിൽ B ഒന്ന് മാത്രം ശരി എന്നുള്ളതാണ് ഉത്തരം. നോക്കൂ, നിഘണ്ടു എന്നെഴുതുന്നത് ഇങ്ങനെയാണ്. ഇതിലെ ഖായാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത്. ഈ ഖ പലതരത്തിൽ മാറ്റി നഖത്തിൻ്റെ ഖായും അല്ലെങ്കിൽ ഗാനത്തിൻ്റെ ഗായുമൊക്കെ തന്ന് ഓപ്ഷൻസ് ആയിട്ട് തരാവുന്നതാണ്. അങ്ങനെയാണ് PSC തെറ്റിച്ച് ഇത് ഇടാറുള്ളത്. അപ്പോൾ നിഘണ്ടു എന്നെഴുതുന്നതിന് മേഘത്തിൻ്റെ ഖായാണ് ഉപയോഗിക്കുന്നത് എന്ന് ഓർക്കുക. രണ്ടാമത്തെ വാക്കിലെ തെറ്റ് എന്താണെന്ന് നോക്കൂ. ഗരുഡൻ. ഗരുഡൻ എന്നെഴുതുന്നതിന് സാധാരണ ഡായാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഠായല്ല. മഠയൻ. മഠയൻ എന്നുള്ളത് തെറ്റായ പ്രയോഗമാണ്. മടയൻ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. മടയൻ എന്ന് പറഞ്ഞാൽ ഭോഷൻ, വിഡ്ഢി, അറിവില്ലാത്തവൻ എന്നൊക്കെയാണ് അർത്ഥം. അടുത്തത് നോക്കൂ. സാമ്രാട്ട്. ആ പദം തെറ്റാണ്, പ്രയോഗം തെറ്റാണ്. സമ്രാട്ട് എന്നുള്ളതാണ് ശരിയായ പദം. ചക്രവർത്തി, പരമോന്നത ഭരണാധികാരി, രാജാക്കന്മാരുടെ രാജാവ് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ രാജാവെന്നും ഒരുപാട് രാജ്യങ്ങളുടെ ഭരണാധികാരിയെ ചക്രവർത്തി എന്നും പറയുന്നു. ഇതിൽ സമ്രാട്ട് എന്ന പദം സംസ്കൃതത്തിലെ സമ്രാജ് എന്ന പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ച് വന്നത്. അപ്പോൾ സമ്രാജ് ആണ് സമ്രാട്ടായത് എന്ന് ഓർക്കുക, സാമ്രാട്ട് അല്ല. അടുത്ത ചോദ്യം നോക്കുക. ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻ A ഒരേ ഒരു കുട്ടി മാത്രമേ ഇനി വരാനുള്ളൂ. B ഒരേ ഒരു കുട്ടിയേ ഇനി വരാനുള്ളൂ. C ഒരേ ഒരു കുട്ടി മാത്രമേ ഇനിയും വരാനുള്ളൂ. D ഒരു കുട്ടി മാത്രമേ ഇനിയും വരാനുള്ളൂ. ഇതിൻ്റെ ശരിയായ ഉത്തരം ഒരേ ഒരു കുട്ടിയെ ഇനി വരാനുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ മറ്റ് ഓപ്ഷനുകളിലെ തെറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ A എന്തായിരുന്നു? ഒരേ ഒരു കുട്ടി മാത്രമേ ഇനി വരാനുള്ളൂ. ഒരേ ഒരു കുട്ടി എന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മാത്രമേ എന്നുകൂടെ ചേർക്കേണ്ടതില്ല. അടുത്തത് നോക്കൂ. ഒരേ ഒരു കുട്ടി മാത്രമേ ഇനിയും വരാനുള്ളൂ. അവിടെയും ഒരേ ഒരു കുട്ടി എന്ന് പ്രയോഗിച്ചതിന് ശേഷം മാത്രമേ എന്നുകൂടി കൊടുത്തിരിക്കുന്നു. അത് തെറ്റാണ്. അതുപോലെ ഇനിയും വരാനുള്ളൂ എന്നുള്ള പ്രയോഗവും തെറ്റാണ്. ഇനി വരാനുള്ളൂ എന്ന് മതി. അടുത്ത ഓപ്ഷൻ നോക്കുക. ഒരു കുട്ടി മാത്രമേ ഇനിയും വരാനുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട ഓപ്ഷനിലെ അതേ തെറ്റ് തന്നെ ഇവിടെയും ആവർത്തിച്ചിരിക്കുകയാണ്. ഒരു കുട്ടി മാത്രമേ ഇനിയും എന്നുള്ള പ്രയോഗം വേണ്ട, ഇനി വരാനുള്ളൂ എന്ന് പ്രയോഗിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പമ്പ കടക്കുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? വിഷമത്തിലാകുക, പമ്പാ നദി മുറിച്ചു കടക്കുക, പ്രയാസപ്പെടുത്തുക, തോറ്റോടുക. ഇതിൻ്റെ ശരിയായ ഉത്തരം തോറ്റോടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മറ്റ് ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ശൈലികൾ കൂടി പരിചയപ്പെടാം. വിഷമത്തിലാവുക എന്നർത്ഥം വരുന്ന ശൈലികൾ, പ്രധാനപ്പെട്ട ശൈലികൾ PSC മുൻപ് ചോദിച്ചിട്ടുള്ള ശൈലികൾ കൂടിയാണ്. ശ്രദ്ധിക്കുക. നട്ടം തിരിയുക, വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വയ്ക്കുക, നക്ഷത്രമെണ്ണുക, അടി തെറ്റുക, വട്ടം കറങ്ങുക. ഇതിൽ നക്ഷത്രമെണ്ണുക, നട്ടം തിരിയുക,
തുടങ്ങിയ ചോദ്യങ്ങൾ മുൻപും PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇവയുടെ അർത്ഥം വിഷമത്തിലാവുക എന്നാണ്. പ്രയാസപ്പെടുത്തുക എന്നർത്ഥം വരുന്ന മലയാള ശൈലികൾ. നക്ഷത്രം എണ്ണിക്കുക. നമ്മൾ നേരത്തെ കണ്ടു, വിഷമത്തിലാവുക എന്നുള്ളതാണെങ്കിൽ നക്ഷത്രം എണ്ണുക എന്നാണ്. പ്രയാസപ്പെടുത്തുക എന്നുള്ളതാണെങ്കിൽ നക്ഷത്രം എണ്ണിക്കുക. മറ്റേത് ഒരാൾ സ്വയം അനുഭവിക്കുന്നതും, പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ഒരാൾക്ക് മറ്റൊരാൾ വരുത്തി വെക്കുന്ന കഷ്ടപ്പാടുമാണ് എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ കുളം തോണ്ടുക, ചക്രം ചവിട്ടിക്കുക, വെള്ളം കുടിപ്പിക്കുക, നെട്ടോട്ടം ഓടിക്കുക തുടങ്ങിയവയെല്ലാം പ്രയാസപ്പെടുത്തുക എന്ന് അർത്ഥം വരുന്ന മലയാളം ശൈലികളാണ്. തോറ്റോടുക എന്നർത്ഥം വരുന്ന ശൈലികളാണ് വാൽ ചുരുട്ടി ഓടുക, പലായനം ചെയ്യുക, കാൽ കീഴിലെ മണ്ണൊലിച്ചു പോവുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു PSCയുടെ ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രയാസകരമായി മാറിയിട്ടുണ്ട് എന്ന്. ആ പ്രയാസത്തിൻ്റെ ചെറിയ ചെറിയ ഘട്ടങ്ങളാണ് നമ്മൾ ഈ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ധനം എന്ന പദത്തിൻ്റെ വിപരീത പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? നോക്കൂ, ധനം എന്ന പദത്തിൻ്റെ വിപരീതമാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ധനം അധനം അല്ലേ എന്ന് തോന്നാം. ഓപ്ഷൻസ് നോക്കൂ: അധനം, ആധനം, ഋണം, ഋതം. ഇതിൽ ശരിയായ ഉത്തരം ഋണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മറ്റ് ഓപ്ഷൻസിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ധനം എന്നുള്ളതിൻ്റെ പര്യായമായി വരുന്ന പദങ്ങളാണ് പണം, സമ്പത്ത്, ആസ്തി, വിത്തം, അർത്ഥം, വസു മുതലായവ. ആധനം എന്നൊരു പ്രയോഗമില്ല, അത് തെറ്റായ പ്രയോഗമാണ്. ആധാനം എന്നൊരു വാക്കുണ്ട്. വാക്കിൻ്റെ അർത്ഥം വീണ്ടെടുക്കൽ അല്ലെങ്കിൽ യാഗം എന്നാണ്. ഇനി ഋണം എന്നാൽ എന്താണെന്ന് നോക്കാം. കടം, കടം കൊടുത്ത തുക, കോട്ട, കടപ്പാട് എന്നിങ്ങനെയൊക്കെയാണ് ഋണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഋണസംഖ്യ, 0 കുറഞ്ഞ സംഖ്യയാണ് ഋണസംഖ്യ. ഋതം എന്ന് പറഞ്ഞാൽ ലോകം, മോക്ഷം, വെള്ളം, ധനം, സത്യം എന്നിങ്ങനെയാണ്. നോക്കൂ, പ്രയാസകരമായ ഒരു ചോദ്യമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. മാംസഭുക്ക്, പര്യായ പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? മാംസഭുക്കിന്റെ പര്യായമാണ് ഇതിലേതോ ഒന്ന്. ഓക്കെ, നോക്കാം. ഓപ്ഷൻസ്: ആമിഷാശി, മാംസികൻ, വൈതംസികൻ, കൗഡികൻ. ഒന്നുകൂടി ഓപ്ഷൻസ് വായിക്കുന്നു: ആമിഷാശി, മാംസികൻ, വൈതംസികൻ, കൗഡികൻ. ഇതിൽ ആമിഷാശി എന്നുള്ളതാണ് ഉത്തരം. ആമിഷാശി എന്നാൽ മാംസം ഭക്ഷിക്കുന്നവൻ എന്നർത്ഥം. മാംസം ഭക്ഷിക്കുന്നവൾ, അതായത് ആമിഷാശിയുടെ സ്ത്രീലിംഗ രൂപമാണ് ആമിഷാശിനി. ഇനി രണ്ടാമത്തെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന മാംസികൻ എന്താണെന്ന് നോക്കൂ. മാംസികൻ എന്നാൽ കശാപ്പുകാരൻ, അതായത് മാംസം വിറ്റ് ഉപജീവനം കഴിക്കുന്നവൻ എന്നർത്ഥം. അതുപോലെ തന്നെ കെണിവെച്ച് പക്ഷികളെ പിടിക്കുന്നവനെയും മാംസികൻ എന്നു പറയാം. വൈതംസികൻ എന്നാൽ അയാളും കെണിവെച്ച് പക്ഷികളെ പിടിക്കുന്നവനാണ്, മാംസ കച്ചവടക്കാരനുമാണ്, അതോടൊപ്പം മാംസഭുക്കുമാണ് വൈതംസികൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് വൈതംസികൻ എന്നുള്ള ഉത്തരവും സത്യത്തിൽ ശരിയായി വരുന്നുണ്ട്. എന്നാൽ PSCയുടെ ഉത്തരപ്രകാരം ഇവിടെ തന്നിരിക്കുന്നത് ആമിഷാശി മാത്രമാണ്. അവസാനത്തെ ഓപ്ഷനാണ് കൗഡികൻ. കൗഡികൻ എന്നൊരു പ്രയോഗമില്ല. ഇതിൽ കൗഡി എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ കക്കകളാണ്, വെളുത്ത നിറത്തിലുള്ള ചെറിയ കക്കകൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ജ്യോതിഷന്മാരൊക്കെ കവടി നിരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ വെള്ള നിറത്തിലുള്ള മുത്തുകൾ പോലുള്ള വസ്തുക്കളെയാണ് കൗഡി എന്ന് പറയുന്നത്. കവടി എന്നാണ് അതിനെ പ്രയോഗിക്കുന്നത് എങ്കിലും കൗഡി എന്നാണ് അവയുടെ പേര്. ഒരുപക്ഷെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് കൗഡി ഉപയോഗിക്കുന്നയാൾ കൗഡികൻ എന്നായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു പ്രയോഗം നിഘണ്ടുവിൽ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ: തിരു പ്ലസ് പാദം ചേർത്തെഴുതുമ്പോൾ. ഇതും പ്രയാസകരമായിട്ടുള്ള ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ സന്ധി നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം. ആ സന്ധി നിയമങ്ങൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇത്. ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കുക: തിരുപ്പാദം, തിരുപാദം, ത്രിപാദം, തൃപ്പാദം. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് തൃപ്പാദമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാം, തിരു അധികം പാദം
തിരുപ്പാദം അല്ലേ എന്ന്. എങ്ങനെയാണ് തിരു അധികം പാദം തൃപ്പാദമാകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ തിരു എന്നുള്ളത് ഒരു ഭേദക ശബ്ദമാണ്. ഭേദകം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തെയോ ക്രിയയെയോ വിശേഷിപ്പിക്കുന്ന പദമാണ് ഭേദകം. ഇവിടെ തിരു എന്നത് പാദം എന്നതിൻ്റെ വിശേഷണമാണ്. ശ്രേഷ്ഠമായ പാദമായതുകൊണ്ടാണ് പാദത്തിന് മുൻപിൽ തിരു എന്ന് സൂചിപ്പിക്കുന്നത്. രാജാവിൻ്റെയോ ദൈവങ്ങളുടെയോ ഒക്കെ പാദത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരു എന്നുള്ള പ്രയോഗം ചേർക്കുന്നത്. തിരു എന്നതിൻ്റെ തദ്ഭവ രൂപമാണ് തൃ എന്നുള്ളത്. അതായത് തിരു എന്ന പദം മാറിയിട്ട് അവിടെ തൃ എന്നുള്ള പ്രയോഗം വന്നു ചേരുന്നു. അപ്പോൾ ഒന്ന് പോയി പകരം മറ്റൊന്ന് വന്നു ചേരുന്നത് കൊണ്ട് ഇവിടെ ആദേശസന്ധിയാണ് എന്ന് നമുക്ക് കാണാം. എന്താണ് ആദേശസന്ധി എന്ന് നമുക്കറിയാമല്ലോ. രണ്ടു വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ ഒന്നിനെ മാറ്റി മറ്റൊന്ന് വരുന്നതിനെ ആദേശസന്ധി എന്ന് അറിയപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പോലെ തിരു അധികം പാദം തൃപ്പാദം, തിരു അധികം കണ്ണ് തൃക്കണ്ണ് എന്നിങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കുക. നെൽ പ്ലസ് മണി നെന്മണി. ഇതിൽ ചേർത്തെഴുതുമ്പോൾ ഇൽ പോയി പകരം ഇൻ വന്നു. വിൺ പ്ലസ് തലം വിണ്ടലം. ചേർത്തെഴുതിയപ്പോൾ താ പോയി പകരം ടാ വന്നു. എൺ പ്ലസ് 100 എണ്ണൂറ്. ചേർത്തെഴുതിയപ്പോൾ നാ പോയി പകരം നാ വന്നു. അടുത്ത ചോദ്യം നോക്കുക. ആദ്യന്തം ഘടകപദങ്ങളാക്കുക. ആദ്യന്തം എന്ന പദത്തെ ഘടകപദങ്ങൾ ആക്കുക. അതായത് അതിൽ ഏതേത് പദങ്ങളാണ് ചേർന്നിരിക്കുന്നത് എന്ന് കണ്ടെത്തുക. ആദ്യം അന്തം, ആദിയും അന്തവും, ആദ്യവും അന്തവും, ആദിയായുള്ളതും അന്തമായുള്ളതും. ഇതിൻ്റെ ഉത്തരം ആദ്യവും അന്തവും എന്നുള്ളതാണ്. ഇവിടുത്തെ സമാസം ദ്വന്ദ്വ സമാസമാണ്. ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം തുടക്കം മുതൽ ഒടുക്കം വരെ എന്നാണ്. ദ്വന്ദ്വ സമാസത്തിൽ പൂർവപദത്തിനും അതായത് ആദ്യ പദത്തിനും ഉത്തരപദത്തിനും അതായത് രണ്ടാമത്തെ പദത്തിനും തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. ഘടകപദങ്ങളാക്കുമ്പോൾ ഇവയ്ക്കിടയിൽ എന്ന പ്രത്യയം ചേർക്കുന്നു. ഉദാഹരണം നോക്കൂ. അച്ഛനമ്മമാർ അച്ഛനും അമ്മയും. രാപകൽ രാവും പകലും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള പൂർവപദം അതായത് ആദ്യ പദത്തിനും ഉത്തരപദം അതായത് രണ്ടാമത്തെ പദത്തിനും തുല്യ പ്രാധാന്യമാണ്. അച്ഛനും അമ്മയും എന്നുള്ളതിൽ രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ്. രാപകൽ രാവും പകലും എന്നുള്ളവയിൽ രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. ഇവയെ ഘടകപദങ്ങളാക്കുന്നതിനായി ചേർത്തിരിക്കുന്നു. അച്ഛനമ്മമാർ എന്നതിനെ ഘടകപദങ്ങളാക്കാൻ അച്ഛനും അമ്മയും എന്ന് എന്ന പ്രത്യയം ചേർത്തിരിക്കുന്നതായി കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം നോക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഇത് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന എളുപ്പത്തിൽ ഉദ്യോഗാർത്ഥികളെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻസ് നോക്കുക. പശുക്കൾ, കുട്ടികൾ, മിടുക്കർ, പണിക്കാർ. ഏതൊക്കെയാണ്? പശുക്കൾ, കുട്ടികൾ, മിടുക്കർ, പണിക്കാർ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ്. ഇതിൻ്റെ ഉത്തരം പശുക്കൾ എന്നാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോയേക്കാവുന്ന ഒരു ഓപ്ഷനാണ് പശുക്കൾ എന്നുള്ളത്. ഇതിൽ പശു എന്നുള്ളത് മാത്രമാണ് ലിംഗത്തെ സൂചിപ്പിക്കുന്നത്. കുട്ടികൾ എന്നുള്ളതിൽ ലിംഗം സൂചിപ്പിക്കപ്പെടുന്നില്ല. മിടുക്കർ എന്നുള്ളതിൽ ലിംഗം സൂചിപ്പിക്കപ്പെടുന്നില്ല. പണിക്കാർ എന്നുള്ളതിൽ ലിംഗം സൂചിപ്പിക്കപ്പെടുന്നില്ല. കന്നുകാലി ഇനത്തിലെ ഒരു പെണ്ണിനമാണ് പശു. ഇതിൻ്റെ ആണിനം ഏതാണ്? കാളയാണ് അല്ലേ? ഇനി സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീ, പുരുഷൻ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ അതായത് ഒന്നിൽ കൂടുതൽ ഉള്ളതിനെ സൂചിപ്പിക്കുന്നതിനെയാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. മാർ, കൾ എന്നിവയാണ് പ്രത്യയങ്ങൾ. അതായത് ഈ പദങ്ങളോടുകൂടി മാർ എന്നോ കൾ എന്നോ കാണാൻ സാധിക്കും. ഉദാഹരണം നോക്കൂ. സുന്ദരന്മാർ, അമ്മമാർ, വനിതകൾ. സുന്ദരൻ എന്നുള്ള പുല്ലിംഗത്തോടുകൂടി സുന്ദരന്മാർ എന്ന് ചേർക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഭംഗിയുള്ള പുരുഷന്മാർ എന്ന് അർത്ഥം വരുന്നു. അമ്മമാർ, വനിതകൾ. വനിതകൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ അവിടെയുണ്ട് എന്ന അർത്ഥമുണ്ടാകുന്നു. അപ്പോൾ മാർ, കൾ എന്നിവയാണ് സലിംഗ ബഹുവചനത്തിന്റെ പ്രത്യയമെന്ന് ഓർക്കുക. അലിംഗ ബഹുവചനം
പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തത്? സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്ന വചനമാണ്. അർ, മാർ, കൾ എന്നിവ തന്നെ ഇവിടെയും പ്രത്യയങ്ങളായി വരുന്നു. ഉദാഹരണത്തിന് സമർത്ഥർ, മിടുക്കർ. സമർത്ഥൻ എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗ വചനമാണെന്ന് നമുക്കറിയാം. സമർത്ഥ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗ വചനമാണ്. എന്നാൽ സമർത്ഥർ എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ആണും പെണ്ണും വന്നേക്കാം. അവിടെ നമുക്ക് ലിംഗത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. മിടുക്കൻ എന്നാൽ പുല്ലിംഗവും മിടുക്കി എന്നാൽ സ്ത്രീലിംഗവുമാണ്. എന്നാൽ മിടുക്കർ എന്ന് പ്രയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് ലിംഗത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ ലിംഗ ബഹുവചനമാണ് മിടുക്കർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ പുല്ലിംഗത്തിന് ഉദാഹരണം ഏത്? കണ്ടിതു, കണ്ടാൻ, വന്നിതു, വന്നാൾ. ഇതിൻ്റെ ആൻസർ കണ്ടാൻ എന്നുള്ളതാണ്. കണ്ടാൻ എന്നാൽ അവൻ കണ്ടു എന്നാണ് അർത്ഥം. കണ്ടിതു എന്നാൽ ഇത് കണ്ടു എന്നാണ് അർത്ഥം. വന്നിതു ഇങ്ങനെ വന്നു എന്നർത്ഥം. വന്നാൾ അവൾ വന്നു എന്നർത്ഥം. കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കുക. നിന്നാൾ അവൾ നിന്നു. കണ്ടാർ അവർ കണ്ടു. പോയാർ അവർ പോയി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് അവസാനം ആൾ എന്നാണ് വരുന്നതെങ്കിൽ അവൾ എന്നാണ് അവിടെ അർത്ഥം. അത് സ്ത്രീലിംഗ വചനമായിരിക്കും. ആൻ എന്നാണ് വരുന്നതെങ്കിൽ അവൻ എന്നുള്ളതായിരിക്കും അവിടുത്തെ ശബ്ദം, പുല്ലിംഗമായിരിക്കും. ആർ എന്നാണ് വരുന്നതെങ്കിൽ അത് ബഹുവചനമായിരിക്കും, അലിംഗമായിരിക്കും. ആണെന്നോ പെണ്ണെന്നോ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കേട്ടേ തീരൂ എന്നുള്ളത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. വാചാലൻ, സർവം സഹ, ശ്രവ്യം, ശ്രാവ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, ശ്രാവ്യം എന്നുള്ളതാണ്. കേട്ടേ തീരൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് തീർച്ചയായും കേട്ടിരിക്കേണ്ടത്, നിർബന്ധമായും കേട്ടിരിക്കേണ്ടത് എന്നർത്ഥം. ബാക്കിയുള്ള ഓപ്ഷൻസിൻ്റെ അർത്ഥം നോക്കാം. വാചാലൻ വളരെയധികം സംസാരിക്കുന്ന വ്യക്തി. സർവം സഹ എല്ലാം സഹിക്കുന്നവൾ. ശ്രവ്യം ശ്രവണം ചെയ്യത്തക്കത് അല്ലെങ്കിൽ കേൾക്കാൻ കഴിയുന്നത്. നമുക്ക് ഓഡിബിൾ എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. കേൾക്കാൻ സാധിക്കുന്നത്, കേൾക്കാം. ഒരു പാട്ടല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ള അർത്ഥം. പക്ഷേ ശ്രാവ്യം എന്നുള്ളത് ശ്രവിക്കേണ്ടത്, കേൾക്കേണ്ടത്, തീർച്ചയായും അത് കേട്ടിരിക്കണം എന്നൊരു നിർബന്ധം ആ പദത്തിന് ഉണ്ട്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അതിൻ്റെ ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളും കണ്ടു. ഇതിൽ നിന്ന് നാം മുമ്പൊക്കെ PSC പരീക്ഷകളിൽ കണ്ടിരുന്ന ഒരു പാറ്റേണിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ PSC മലയാളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് കാണാം. കുറച്ചുകൂടി വ്യക്തമായും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലും മലയാളത്തെ സമീപിക്കേണ്ടുന്ന സമയം വന്നിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. PSCയുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ആവശ്യപ്പെട്ട വ്യക്തികളെല്ലാം നമ്മോട് PDF കൂടി ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങളുടെ സൗകര്യാർത്ഥം സ്ക്രീൻഷോട്ട്സ് ഒക്കെ എടുക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മളിവിടെ സ്ലൈഡ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. PDF തൽക്കാലം അവൈലബിൾ അല്ല. ക്ലാസ് മുഴുവനായി കാണാനും കൃത്യമായി നോട്ടുകളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.